الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوة الكرام، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ يرفع إبراهيم القواعد من البيت وإسماعيل ربنا تقبل منا إنك أنت السميع العليم ربنا واجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم ربنا وابعث فيهم رسولا منهم يتلو عليهم آياتك ويعلمهم الكتاب والحكمة ويزكيهم إنك أنت العزيز الحكيم ومن يرغب عن ملة إبراهيم إلا من سفه نفسه ولقد اصطفيناه في الدنيا وإنه في الآخرة لمن الصالحين إذ قال له ربه أسلم قال أسلمت لرب العالمين. صدق الله العظيم. ബഹുമാനരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നെ നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്, ഉണർത്തുകയാണ്. ആഗോള മുസ്ലിങ്ങളുടെ ശ്രദ്ധ മക്കയിലും മദീനയിലുമൊക്കെ തിരിഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക സന്ദർഭത്തിലാണ് ജുമുഅ നമസ്കാരത്തിനും ഖുത്ബ കേൾക്കാനുമൊക്കെയായി നമ്മളിവിടെ കൂടിയിട്ടുള്ളത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സത്യവിശ്വാസികളുടെ പ്രതിനിധികൾ ഈ വർഷത്തെ ഹജ്ജ് കർമ്മത്തിനായി അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും സമാധാനപരമായി സ്വീകാര്യയോഗ്യമായ ഹജ്ജ് നിർവഹിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ആ ഹജ്ജ് കർമ്മത്തോട് ഒരുതരം മാനസികമായ ഒരടുപ്പം ലോകത്തിലെ എല്ലാ മുസ്ലിങ്ങൾക്കും ഉണ്ടാകും. സത്യവിശ്വാസമുള്ളിലുള്ള എല്ലാ ആളുകൾക്കും ഹജ്ജിൻ്റെ സന്ദർഭത്തിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആലോചിക്കുകയും ചിന്തിക്കുകയും കൂടുതൽ ഇസ്തിഗ്ഫാറും തൗബയും ഇബാദത്തുകളൊക്കെ ചെയ്യാനുള്ള ഒരു പ്രേരണ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ ഈ ദിവസങ്ങളെ ഏറ്റവും ഉത്തമമായി പ്രയോജനപ്പെടുത്താൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റ് സഹോദരങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ദുൽഹജ്ജ് മാസത്തിലെ 1-ാം ദിവസം മുതൽ 10-ാം ദിവസം വരെയുള്ള 10 ദിവസങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളുടെ കൂട്ടത്തിൽ എണ്ണിയതായി ഹദീസുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കൂടുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയായിട്ട് അടുക്കുകയും നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുകയും ശാന്തവും സമാധാനപരമായ ഒരു ഭൗതിക ജീവിതവും അതിനുശേഷം വിജയപ്രദമായ ഒരാത്മീയ ജീവിതവും നേടിയെടുക്കാനുള്ള ഒരു ശ്രദ്ധ സത്യവിശ്വാസികൾക്ക് ഉണ്ടാവണം. അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മക്ക നമുക്കറിയാം, കഅബ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. ലോകത്തിലെ എല്ലാ മുസ്ലിങ്ങളും അങ്ങോട്ട് തിരിഞ്ഞു നിന്നാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന നടത്തുന്നത്.
അത് ഭൂമിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. ആകാശലോകവുമായി ഏറ്റവും അടുത്ത സ്ഥലം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി. ഭൂമിയിൽ മനുഷ്യാരാധനയ്ക്ക് വേണ്ടി, മനുഷ്യർക്ക് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ആദ്യമായി ഒരു മന്ദിരം പണി കഴിപ്പിച്ചത് അല്ലെങ്കിൽ ഉണ്ടാക്കിയത്, സ്ഥാപിച്ചത് ഈ സ്ഥലത്താണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സർട്ടിഫൈ ചെയ്ത് പറയുന്നു. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറകം വഹുദൻ ലിൽ ആലമീൻ. മനുഷ്യരാശിക്ക് വേണ്ടി, സത്യവിശ്വാസികൾക്ക് വേണ്ടി എന്നുള്ള അർത്ഥത്തിലല്ല അവിടെ പറയും, മനുഷ്യരാശിക്ക് വേണ്ടി. അപ്പോൾ മനുഷ്യന് വേണ്ടി ആദ്യമായി ഒരു ഭൂമിയിൽ ഒരു മന്ദിരം, ഒരു ദേവാലയം, ഒരു ആരാധനാലയം ഉണ്ടാക്കിയത് യഥാർത്ഥത്തിൽ ബക്ക എന്നാണ് അവിടെയുള്ള പ്രയോഗം. മുൻകാലങ്ങളിൽ മക്കയ്ക്ക് ബക്ക എന്ന പ്രയോഗമാണ്. ആവാസ കേന്ദ്രം, പട്ടണം എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. പിന്നീട് അത് മക്കയായി. മക്ക എന്ന് പറഞ്ഞാൽ വലിച്ചെടുക്കുന്നത്, എല്ലാത്തിനെയും അങ്ങോട്ട് വലിച്ചെടുക്കുന്നത് എന്ന രണ്ടിനും വളരെ വലിയ ആഴത്തിലുള്ള അർത്ഥമുണ്ട്. ബക്ക എന്ന് പറഞ്ഞാൽ ജനാവാസ കേന്ദ്രം, ഭൂമിയിൽ ആദ്യമായി ആവാസ കേന്ദ്രം ഉണ്ടായത് അവിടെയാണ് എന്ന് നമുക്ക് പല റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സ്വർഗത്തിൽ നിന്ന് ഇറക്കപ്പെട്ട ആദവും ഹവയും, ഹവ്വ എത്തിച്ചേർന്നത് ജിദ്ദയിലായിരുന്നു. അതുകൊണ്ടാണ് ജദ്ദത്ത് എന്ന ഉമ്മാമ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം, ജിദ്ദ. മഖബറത്ത് ഉമ്മുന ഹവ്വ എന്ന് പറഞ്ഞൊരു സ്ഥലം അവിടെ ഇപ്പോഴും ചുറ്റിക്കെട്ടി മതിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് സൗദി അറേബ്യയിൽ പോയാൽ കാണാവുന്നതാണ്. ആദം നബി ആദം സ്പിക്ക് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു എന്ന് പല പ്രാവശ്യം സൂചിപ്പിച്ചതാണ്. അവർ കണ്ടുമുട്ടിയ സ്ഥലമാണ് അറഫ എന്നും. അങ്ങനെ അവിടെ അറഫയുടെയും അതുപോലെ കഅബ എന്ന് നിൽക്കുന്ന ആ സ്ഥലത്തിൻ്റെയും സഫ മർവ കുന്നുകളുടെയും ഒക്കെ ഇടയിൽ ആണ് മനുഷ്യ സമൂഹത്തിൻ്റെ ആദ്യത്തെ സംസ്കാരം പൊട്ടിമുളയ്ക്കുന്നത്. അവിടെയാണ് ആദം നബിയുടെ മക്കൾ വളർന്ന് വലുതായത്. അവിടെ മനുഷ്യൻ്റെ ആവാസ കേന്ദ്രം, പട്ടണം എന്ന അർത്ഥത്തിൽ ഉമ്മുൽ ഖുറ എന്നൊക്കെ പറയുന്നത്, പട്ടണങ്ങളുടെ മാതാവ് എന്നാണ് അതിന് പേര്. ആവാസ കേന്ദ്രമായി ആദ്യമായി ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥാപിച്ചെടുത്ത ഒരു കേന്ദ്രമാണ്. അപ്പോൾ ഇബ്രാഹിം നബിയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇബ്രാഹിം നബി കഅബ കെട്ടി എന്നൊക്കെ പലരും പറയാറുണ്ട്. പക്ഷേ കഅബ പുനരുദ്ധരിച്ചു എന്നതാണ് ഖുർആനിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ആദം നബിയുടെ കാലം മുതൽ ഇബ്രാഹിം നബിയുടെ കാലം വരെ സഹസ്രാബ്ദങ്ങളുടെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത്രയും കാലത്തിനിടയ്ക്ക് ആ പ്രദേശത്ത് ഒരു ആരാധനാലയം ഉണ്ടായിരുന്നില്ല എന്ന ഒരു ധാരണ, ഒരു ധ്വനി എപ്പോഴും പല റിപ്പോർട്ടുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല, ഇബ്രാഹിം നബിക്ക് ശേഷം വന്ന സുലൈമാൻ നബി ഉണ്ടാക്കിയ മസ്ജിദുൽ അഖ്സയാണ് ഭൂമിയിലെ ആദ്യത്തെ ആരാധനാലയം എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച ജൂത ലിറ്ററേച്ചർ. അതിനൊക്കെ മറുപടി പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറകം വഹുദൻ ലിൽ ആലമീൻ. അതൊരു അനുഗ്രഹീതമായ ഭൂമിയാണ്, അനുഗ്രഹീതമായ ഒരു സ്ഥലമാണ്, എല്ലാം കൊണ്ടും അനുഗ്രഹമാണ്. കാരണം ഭൂമിയിൽ ആദ്യമായി മനുഷ്യാരംഭം, മനുഷ്യ ജീവിതം തളർത്തത്, വളർന്നത്, പുഷ്ടിച്ചത് അവിടെയാണ്. നന്മയും തിന്മയും ഒക്കെ വളരുകയും നശിക്കുകയും ചെയ്തു പോയ സ്ഥലം. കൊലപാതകം നടന്നതും നമുക്കറിയാം. ആദമിന്റെ മക്കൾ തമ്മിലുള്ള കൊലപാതകവും ആ പ്രദേശത്ത് വെച്ചാണ്. ത്യാഗോജ്ജലമായ പുത്രബലി നടന്ന മർവ കുന്നിൽ വെച്ചായിരുന്നു. അതുപോലെ ലോകമെന്നും ഓർക്കുന്ന ഹാജറ ഓടിയ രംഗം അത് സഫയിൽ നിന്ന് മർവയിലേക്കായിരുന്നു, മർവയിൽ നിന്ന് സഫയിലേക്ക്. അങ്ങനെ ചരിത്രത്തിൽ ഉടനീളം മനുഷ്യ മനസ്സുകൾ വളരെ ഹൃദയാവർജകമായി ഓർക്കുന്ന ഒരുപാട് സംഭവങ്ങളുടെ വിളനിലമാണ് യഥാർത്ഥത്തിൽ. ലോകാരംഭം മുതൽ അവിടെ വിജ്ഞാനത്തിന്റെ കേന്ദ്രമായിരുന്നു, സദാചാരത്തിന്റെ കേന്ദ്രമായിരുന്നു, അതുപോലെ മാർഗദർശനത്തിന്റെ കേന്ദ്രമായിരുന്നു. അതുകൊണ്ട് തന്നെ അനുഗ്രഹപൂർണമായിരുന്നു എന്നുള്ള സുബ്ഹാനഹു വ തആല മുബാറക്. മാത്രമല്ല സന്മാർഗദർശനവുമായിരുന്നു. അവിടെ വെച്ചാണ് യഥാർത്ഥത്തിൽ ആദം നബിക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്. ആദം നബിക്ക് ആദ്യമായി ജിബ്രീൽ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതും, അതായത് ഭൂമിയിൽ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതും ആ പ്രദേശങ്ങൾ വെച്ചാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹി വരുന്നതിന് ഇടയിൽ വരെ ആദം മുതൽ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള ഒരുപാട് പ്രവാചകന്മാർ ആ പ്രദേശവുമായി ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് ചരിത്രത്തിൽ നിന്ന് വായിക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ ആദ്യമേ അങ്ങനെ ഒരു ഭവനം ഉണ്ടായിരുന്നതായ തെളിവ് ഉണ്ട്. അതായത് ഇബ്രാഹിം നബി ഈജിപ്തിൽ നിന്ന് ഹാജറയെയും സന്താനത്തെയും കൊണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. വിജനമായ മരുഭൂമി താണ്ടി പാറകളുള്ള മക്കയുടെ പ്രാന്തപ്രദേശത്തെത്തി. അവിടെ ഒരു സ്ഥലത്ത്, അതായത് ഇന്നത്തെ ഹജറുൽ അസ്വദൊക്കെ നിൽക്കുന്നതിന്റെ കുറച്ചപ്പുറത്ത് ഒരു ഭാഗത്ത്, അന്ന് മലയുടെ താഴ്വരയിൽ ഒരു ചെറിയ ഏതോ ഒരു മുൾച്ചെടിയുടെ തണലില്
പാത്രത്തിലെ വെള്ളവും അതുപോലെ ഈത്തപ്പഴവും അവിടെ വെച്ചിട്ട് അദ്ദേഹം അവിടെ നിന്ന് വളരെ ഹൃദയംഗമായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ രംഗങ്ങൾ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു കാണിക്കുന്നുണ്ട്. അതിൽ റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുരിയതി ബിവാദിൻ ഗൈരി ദീ സറഇൻ ഇൻദ ബൈതിൽ മുഹറം. എന്റെ സന്താനങ്ങൾ ചിലര് ഈ ഊശരഭൂമിയിൽ, കൃഷിയൊന്നുമില്ലാത്ത ഈ ഊശരഭൂമിയിൽ ഞാൻ പാർപ്പിച്ചിരിക്കുകയാണ്. ഇൻദ ബൈതിൽ മുഹറം, ആദരണീയമായ ഈ മന്ദിരത്തിന്റെ അടുത്ത് എന്നാണ് അവിടെ പരാമർശിക്കുന്നത്. അന്ന് കാലത്തിൽ ഹജറ വളരെ ചെറുതാണ്, മുല കുടിക്കുന്ന പ്രായമുള്ള ഹജറ, ഇസ്മായിൽ. ആ സമയത്ത് അവിടെ കഅബ പുനരുദ്ധരിച്ചിരുന്നില്ല. അപ്പോൾ ആ കഅബ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ തെളിവ് ഇബ്രാഹിം നബിയുടെ വാക്കിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല, അന്ന് വലിയ കെട്ടിടമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, മുമ്പുണ്ടായിരുന്ന കഅബ നശിച്ചു പോയിരുന്നു. ആ പ്രദേശം ആ ഒരു മുൾച്ചെടികളൊക്കെ പടർന്ന സ്ഥലമായി പോയിരുന്നു. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിക്ക് കാട്ടിക്കൊടുത്തതാണ്. അപ്പൊ ഇന്ദ ബൈത്തുൽ മുഹറം എന്ന് ഇബ്രാഹിം നബി വെറുതെ പറഞ്ഞല്ല, അള്ളാഹു എന്നുള്ള ഇൽഹാം പ്രകാരം പറഞ്ഞതാണ്. അപ്പോ ഭൂമിയിലെ ആദ്യത്തെ മന്ദിരം ആദം നബി മുതൽ ഇതിന് വേറെയും ഒരുപാട് ഹദീസുകളുടെ പിൻബലമുണ്ട്. അതായത് ബൈത്തുൽ മഅമൂർ, ഏഴാം ആകാശത്തിൽ ഒരു സ്ഥലമുണ്ട്, ബൈത്തുൽ മഅമൂർ, വൽ ബൈത്തുൽ മഅമൂർ, മലക്കുകൾ ആരാധിക്കുന്ന സ്ഥലം. അത് എല്ലാ ആകാശത്തും ഉണ്ട് എന്ന് ചില റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കും. കഅബയുടെ നേരെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ, ഒന്നാം ആകാശം, രണ്ടാം ആകാശം, അങ്ങനെ പോയി കഴിഞ്ഞാൽ ആ വൽ ബൈത്തുൽ മഅമൂർ, ആ മലക്കുകൾ ആരാധിക്കുന്ന ആ ആരാധനാലയത്തെ അതിന്റെ ഒരു മോഡൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് ഇറക്കി കൊടുത്തതാണ് മനുഷ്യർക്ക് ആരാധിക്കാൻ വേണ്ടി എന്ന് ചില റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായിരുന്നാലും വളരെ പുരാതന കാലം മുതലേ ചരിത്ര പ്രസിദ്ധമായ ആ പ്രദേശം മനുഷ്യരുടെ സന്മാർഗ ദർശനത്തിന്റെ കേന്ദ്രമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തീർത്ഥാടനം അവിടെ ഒരു പ്രധാനപ്പെട്ട ആരാധനയായി അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചു. നമസ്കാരം പോലെ, നോമ്പ് പോലെ, സകാത്ത് പോലെ തീർത്ഥാടനം ഒരു പ്രധാനപ്പെട്ട ആരാധനാ കർമ്മമായി അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചു. ആ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ആളുകൾ പോകുന്നതിന് സമാധാനപരമായ ഒരു സാഹചര്യം ഒരുക്കാൻ യുദ്ധവിരുദ്ധ മാസങ്ങൾ വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറബികൾ അത് ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്നു. ജാഹിലിയത്ത് കൂടുമ്പോൾ, അതായത് കടുത്ത ജാഹിലിയത്ത് കൂടുമ്പോൾ പലപ്പോഴും അതിന് ഭംഗം വരുത്താറുണ്ടെങ്കിലും പലപ്പോഴും അവര് ആ മാസങ്ങളിൽ യുദ്ധ നടപടികളൊന്നും നടത്തിയിരുന്നില്ല എന്നുള്ള. പക്ഷേ ദൗർഭാഗ്യവശാൽ ആധുനിക ജാഹിലിയത്ത് ഈ മാസത്തിലാണ്, അതായത് ഈ സമയമാണല്ലോ, കഴിഞ്ഞു ദുൽഹജ്ജ് വന്നിരിക്കുന്നു. അമേരിക്കയും അതുപോലെ സഖ്യരാജ്യങ്ങളും ഇങ്ങനെ വേർതിരിഞ്ഞ് കുറെ ആളുകളെ പടയുമായി വന്നു. അറബികൾ എന്തെല്ലാം തരത്തിലാണ്, തുർക്കികള്, സുന്നികള്, ഷിയാക്കള്, അതുപോലെ അലവികള്, സൈദികള്, ഇപ്പൊ എന്തോ ഒരു പുതിയൊരു സാധനം ISIS, ISIS എന്നാണ് അത് പറയുന്ന ഒരു പുതിയ സാധനം ഇറങ്ങി പുറപ്പെടുകയും അവരൊക്കെ യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ പവിത്രതയെ പിച്ചു ചിന്തിക്കൊണ്ട് ആരായാലും കൊള്ളാം, ഏത് പണ്ഡിതനായാലും എത്ര വലിയ മഹാനായാലും ഇസ്ലാമിന്റെ ഈ കാലഘട്ടത്തിൽ ഇത് ചെയ്യരുത് എന്ന് പറയാൻ അള്ളാഹു ആദരിച്ച ഈ മഹത്തായ മന്ദിരം നിലനിൽക്കുന്ന ഈ രാജ്യവും ഇതുമായി ബന്ധപ്പെട്ട പ്രദേശത്തും ഈ കാലഘട്ടത്തിൽ ഇത് ചെയ്യരുത് എന്ന് പറയാൻ തന്റെ ഇടമുള്ള ഒരു പണ്ഡിതനോ ഒരു നേതാവോ ലോകത്ത് ജീവിച്ചിരിക്കാത്ത ഒരു പ്രത്യേകമായ വേദനാജനകമായ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം കടുത്ത ജാഹിലിയത്ത്, അതായത് വസ്ത്രമില്ലാതെ കഅബയിൽ പൂർണ്ണ നഗ്നരായി കഅബയെ പ്രദക്ഷിണം ചെയ്തിരുന്ന കടുത്ത ജാഹിലിയത്തുള്ള ആ മക്ക ഖുറൈശികളുടെ മുശ്രിക്കുകൾ, അവർ പോലും പവിത്രമായ ഈ മാസങ്ങൾ ആചരിക്കുകയും യുദ്ധ നടപടികളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്തിരുന്നു. ചരിത്രത്തിൽ നമുക്ക് പരിശോധിച്ചറിയാം, വളരെ കുറഞ്ഞ സമയങ്ങളിൽ 1400 കുറെ ആളുകൾ അവിടെ കയറി. അതുപോലെ അബ്രഹത്ത് രാജാവ് വന്നു, ഹജ്ജാജ് ബിൻ യൂസുഫ് എന്ന് പറയുന്ന അബ്ദുൽ മലിക്കിന്റെ ഗവർണർ അവിടെ കയറി അബ്ദുല്ലാഹിബിൻ സുബൈറിനെ പിടിച്ച് വെട്ടിക്കൊന്ന ഒരു സംഭവം. അങ്ങനെ ഈ സുദീർഘമായ കഅബയുടെ ചരിത്രത്തിൽ 3-4 സംഭവങ്ങൾ മാത്രമേ യഥാർത്ഥത്തിൽ അതിനെ ഭംഗം വരുന്നതായി എടുത്തു പറയാൻ ഉണ്ടാവുകയുള്ളൂ. അത്രയും പരിശുദ്ധമായ വമൻ ദഖലഹു കാന ആമിന, ആ പ്രദേശത്ത് കടന്നു കഴിഞ്ഞാൽ അവൻ സുരക്ഷിതനായി എന്നുള്ള ഇത് ആ പ്രദേശത്തെ മാത്രം ബാധിക്കുന്ന സംഗതികളല്ല. ഈ പവിത്ര മാസങ്ങളിൽ യുദ്ധം നിഷിദ്ധമാക്കിയത് അതിന്റെ പരിസര പ്രദേശത്തുമാണ്. സിറിയയിൽ നിന്നും ഇറാഖിൽ നിന്നും ഈജിപ്തിൽ നിന്നും അതുപോലെ വിദൂരമായ പ്രദേശങ്ങളിൽ നിന്നും ഒക്കെ ആളുകൾ ഹജ്ജിന് വരുമ്പോൾ അവർ സേഫായിരിക്കണം, അവർക്ക് സെക്യൂരിറ്റി ഉണ്ടായിരിക്കണം, സുരക്ഷിതത്വം വേണം. അതുകൊണ്ട് ആ മാസം യുദ്ധവിരുദ്ധ മാസമായി, യുദ്ധനിഷിദ്ധ മാസമായി 4 മാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചു. അതുപോലും പിച്ചു തീന്തിക്കൊണ്ടാണ് ആധുനിക
ജാഹിലിയത്ത് നരങ്ങ് തകർത്ത് ആടിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ ദീനുൽ ഇസ്ലാമിന്റെ പ്രയോക്താക്കളും വക്താക്കളും ദീനുൽ ഇസ്ലാമിനെ ലോകത്ത് കാണിച്ചു കൊടുക്കാനുള്ള ആളുകളെന്ന് അഭിമാനം കൊള്ളുമ്പോൾ അടിസ്ഥാനപരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ സമാദരണീയമായ സംഗതികളെ പോലും പിച്ചു ചീന്തുന്ന സ്വഭാവം നമ്മുടെ ഇടയിലുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ എല്ലാവരും ഹജ്ജിന് പോകുന്നുണ്ട്. ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പുകളെല്ലാം കൂടി ഹജ്ജിന് പോയിട്ട് അറഫയിൽ അവിടെ സമ്മേളിക്കുന്നു. അവരുടെ എല്ലാ തരത്തിലുള്ള വസ്ത്രങ്ങളും അതുപോലെ തന്നെ ചിഹ്നങ്ങളും പ്രൗഢിയും ഒക്കെ ഒഴിവാക്കിയിട്ട് ഒരു സാധാരണ മയ്യത്ത് കട്ടിലിൽ നമ്മൾ പൊതിഞ്ഞു പോകുന്ന തരത്തിലുള്ള തുണിയുമായിട്ടാണ് അവിടെ പോകുന്നത്. അതിനൊക്കെ ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അത് പിന്നീട് വിശദീകരിക്കാം. പക്ഷേ അതിന്റെ ഒന്നും ആത്മാവിന് യാതൊരു തരത്തിലും യോജിക്കാത്ത ജീവിത പ്രവർത്തനങ്ങളും പൊങ്ങച്ച പ്രകടനങ്ങളുമായിട്ടാണ് ജീവിതത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു തരം ആരാധന എന്നുള്ള നിലയിൽ കർമ്മം നിർവഹിക്കാനുള്ള ഒരു ഏർപ്പാടാക്കി മാത്രം മാറ്റിയിരിക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടം. അതായത് മോഡേൺ ടെക്നോളജിക്കൽ ജാഹിലിയ എന്ന് വേണമെങ്കിൽ ഇതിന് പറയാം. പലതരത്തിലുള്ള ഡ്രോൺ വിമാനങ്ങളുടെ ടെക്നോളജിക്കൽ ജാഹിലിയ കുടികൊത്തി വാഴുന്ന ഒരു പ്രത്യേകമായ ഒരു കാലഘട്ടമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്തിന് മാതൃകയായും മാർഗദർശനമായും ലോക സംസ്കാരത്തിന്റെ അടിച്ചറയായും വർത്തിച്ചത് ഈ ബക്കയായിരുന്നു, മക്കയായിരുന്നു, ഉമ്മുൽ ഖുറയായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുമ്പോൾ അതിന്റെ പ്രാധാന്യം യഥാർത്ഥത്തിൽ വലുതാണ് എന്നുള്ളതാണ്. ആ പ്രദേശത്തിൽ അവിടെ സംബന്ധിച്ച് ഇപ്പൊ നമ്മൾ സാധാരണ നിലയിൽ നമസ്കരിക്കുന്ന കാര്യത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ വീട്ടിൽ നിന്ന് ഒരാൾ ഒരു ഫർദ് നമസ്കരിച്ചാൽ അയാൾക്ക് ഒരു നമസ്കാരത്തിന്റെ കൂലി ആണ് രേഖപ്പെടുത്തുക എന്നുള്ളത്. അയാള് നമസ്കാര പള്ളിയിൽ, നമ്മൾ സ്രാമ്പ്യ എന്നൊക്കെ പറയുന്ന സ്ഥലമുണ്ടല്ലോ, ഗ്രാമത്തിലെ പള്ളി, ജുമയില്ലാത്ത പള്ളി, അവിടെ പോയി ഒരാൾ നമസ്കരിക്കുകയാണെങ്കിൽ, ജമാഅത്തോട് നമസ്കരിക്കുകയാണെങ്കിൽ 25 നമസ്കാരം നടത്തിയതിന്റെ കൂലി രേഖപ്പെടുത്തും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇനി ജുമഅത്ത് പള്ളിയിൽ, ജുമഅ നടക്കുന്ന പള്ളിയിലാണ് ജമാഅത്തോടുകൂടി ഒരാൾ നമസ്കരിക്കാൻ വന്നു കഴിഞ്ഞാൽ അതിന് യഥാർത്ഥത്തിൽ 500 നമസ്കാരത്തിന്റെ കൂലി രേഖപ്പെടുത്തുമെന്ന് ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ നമസ്കാരം സുലൈമാൻ നബിയുടെ മസ്ജിദുൽ അഖ്സയിലാണെങ്കിൽ 5000 നമസ്കാരത്തിന്റെ 5000 പ്രാവശ്യം നമസ്കരിച്ചതിന്റെ കൂലി രേഖപ്പെടുത്തും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതേ നമസ്കാരം മസ്ജിദുൻ നബിയിൽ റൗള ഷരീഫ് കുടികൊള്ളുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദിലാണെങ്കിൽ 50000 പ്രാവശ്യം നമസ്കരിച്ചതിന്റെ കൂലി രേഖപ്പെടുത്തും എന്ന് പറയുന്നു. അതേ നമസ്കാരം ഹറമിലാണെങ്കിൽ, കഅബയുടെ അടുത്താണെങ്കിൽ 1,00,000 പ്രാവശ്യം നമസ്കരിച്ചതിന്റെ കൂലി രേഖപ്പെടുത്തുമെന്ന് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളതാണ്. ഇബ്നു സുബൈറിൽ നിന്ന് ഇമാം അഹ്മദും ബൈഹഖിയും ഉദ്ധരിക്കുന്ന സഹിയായ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ഹദീസാണ്. അപ്പോൾ ആ സ്ഥലത്തിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. ഹാദൽ ബലദുൽ അമീൻ എന്നാണ്, വിശ്വസ്തമായ പട്ടണം, ഉന്നതമായ പട്ടണം, നിർഭയമായ പട്ടണം എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തിപ്പറഞ്ഞ, പുകഴ്ത്തിപ്പറഞ്ഞ, സർട്ടിഫൈ പറഞ്ഞ ഒരു മഹത്തായ പ്രദേശം, മനുഷ്യ സംസ്കാരത്തിന്റെ കേന്ദ്രമാണ്. അവിടേക്ക് തീർത്ഥാടനം പോവുകയും അവിടെ ചെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി ബന്ധപ്പെടുകയും ചെയ്യുന്നത് യഥാർത്ഥത്തിൽ സത്യവിശ്വാസത്തിന്റെ ഒരു ഭാഗമായി അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കും. മനിസ്തതഅ ഇലൈഹി സബീല എന്നാണ്. അവര് ദേഹം കൊണ്ടും പണം കൊണ്ടും ഒക്കെ കഴിവുള്ള ആളുകൾ അത് ചെയ്യാതിരുന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷേധിക്കുന്നതിന് തുല്യമാണ് എന്ന് ചില ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇബ്രാഹിം നബി ആണ് യഥാർത്ഥത്തിൽ ആധുനിക ലോകത്തിലെ മഹാപ്രവാചകന്മാരുടെ പ്രപിതാവ്. ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന മുസ്ലിം, ക്രൈസ്തവ, ജൂത സമൂഹങ്ങളുടെ എല്ലാ പ്രവാചകന്മാരുടെയും പ്രപിതാവ് യഥാർത്ഥത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ഇബ്രാഹിമിന്റെ മകൻ ഇസ്ഹാഖിൽ നിന്നാണ് മഹാപ്രവാചകന്മാരായ മൂസയും അതുപോലെ തന്നെ ഈസയും ഒക്കെ വന്നിട്ടുള്ളത്. ഇസ്മായിൽ നിന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ടുള്ളത്. അപ്പൊ എല്ലാ പ്രവാചകന്മാരുടെയും പൈതൃകം സമ്മേളിക്കുന്ന ചരിത്രത്തിന്റെ ഒരു പ്രത്യേകമായ ദശാസന്ധിയിൽ ജീവിച്ചിരുന്ന മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവനും ത്യാഗത്തിന്റെ ഒരു വളരെ വലിയ ഉദാഹരണമാണ്. ഇബ്രാഹിമി ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് മാതൃകയുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ആ ഇബ്രാഹിമി ജീവിതം എന്തായിരുന്നു എന്ന് വിശദീകരിക്കുന്ന ഒരുപാട് ആയത്തുകൾ ഖുർആനിലെ പല സന്ദർഭങ്ങളിലും നമുക്ക് അല്ലാഹു തആല പഠിപ്പിച്ചിരുന്നു മാതൃകയാക്കാൻ വേണ്ടി. അതിൽ സൂറത്തുൽ ബഖറയിലെ 127 മുതൽ 131 വരെയുള്ള ആയത്തുകളാണ് നിങ്ങളുടെ മുന്നിൽ പാരായണം ചെയ്ത് കൽപ്പിച്ചത്. വൈദ് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്ത് വഇസ്മാഈലു, അതായത് ഇബ്രാഹിമും പുത്രൻ ഇസ്മായിലും കൂടി ആ കഅബയുടെ അടിസ്ഥാനം, ഖവാഇദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാനം, അസ്ഥിവാരം എന്ന് പറഞ്ഞ കെട്ടിടത്തിന്റെ അടിത്തറ, അത് പുനരുദ്ധരിച്ചപ്പോൾ, അത് ഉയർത്തിയപ്പോൾ, കെട്ടിയുണ്ടാക്കി എന്നുള്ള വാക്കല്ല അവിടെ
പുതുതായി നിർമ്മിച്ചുണ്ടാക്കി എന്നുള്ള വാക്കല്ല. അത് അവിടെ ഉണ്ടായിരുന്ന സ്ഥലം അവിടെ നിന്ന് പുനരുദ്ധരിച്ച് ഉയർത്തി കഴിഞ്ഞപ്പോൾ മിനൽ ബൈത്തുൽ ഇസ്മായിൽ അത് അവിടെ അവർ പറയുകയുണ്ടായി, അവർ പ്രാർത്ഥിച്ചു, റബ്ബന തഖബ്ബൽ മിന്ന, നാഥ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേന്ന്. വളരെ വലിയ ഒരു തത്വം അവിടെ പഠിപ്പിക്കണം. ഏതൊരു സംഗതി ആയിരുന്നാലും അള്ളാഹുവിൻ്റെ തൗഫീഖോട് കൂടിയാണ്, നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും ചെയ്യുമ്പോൾ പടച്ചവനെ ഇത് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ എന്ന ഒരു പ്രാർത്ഥനാ മനസ്സ് മനുഷ്യനുണ്ടാവണം. അത് മനുഷ്യന്റെ എളിമത്വവും അള്ളാഹുവിൻ്റെ മഹത്വവും വിളിച്ചോതുന്നതിന് തുല്യമാണ് എന്നുള്ള. ഏത് സംഗതി നമുക്ക് നിസ്സാരമായി ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും അത് ചെയ്യുമ്പോൾ പടച്ചവനെ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ, അത് ചെയ്യാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് ഉണ്ടാവണേ എന്നൊരു പ്രാർത്ഥന ഉണ്ടാവണമെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, നിന്റെ ഒരു ചെരുപ്പിന്റെ വള്ളി അറ്റുപോയാൽ അത് തുന്നിക്കിട്ടുന്നതിന് മുമ്പ് അതിനുവേണ്ടി അള്ളാഹുവിന്റെ സഹായം നീ അഭ്യർത്ഥിച്ചുകൊള്ളുക. കാരണം നമുക്ക് നിസ്സാരമാണ്, നമുക്ക് തുന്നിക്കെട്ടാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഒരു വെള്ളി അറ്റുപോയാൽ. പക്ഷെ അതിലുണ്ടല്ലോ അപകടം. സൂചി വെച്ച് തുന്നിക്കിട്ടുമ്പോൾ ആ സൂചി കയ്യിലേക്ക് അങ്ങ് കുരുത്തുപോയാൽ എന്തായിരിക്കും സ്ഥിതി? അപ്പൊ അള്ളാഹുവിന്റെ സഹായമില്ലാതെ ഇതൊന്നും നമുക്ക് ചെയ്യാൻ സാധ്യമാവുകയില്ല. ഏറ്റവും നിസ്സാരമായ ഒരു കാര്യം മുതൽ ഏറ്റവും ബൃഹത്തായ വലിയ സംഗതി വരെ ചെയ്യുമ്പോൾ റബ്ബന തഖബ്ബൽ മിന്ന എന്ന ഒരു എളിമയുള്ള പ്രാർത്ഥനാനിരതമായ ഒരു മനസ്സ് ഉണ്ടാവണമെന്ന്. എന്നിട്ട് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ജ്ഞാനം അവിടെ വെളിപ്പെടുത്തി, ഇന്നക അന്തസ് സമീഉൽ അലീം. നമ്മൾ അങ്ങോട്ട് പറയാ, ഇബ്രാഹിം നബി പറഞ്ഞതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്, ഇന്നക അന്തസ് സമീഉൽ അലീം. അതായത് നീ കേൾക്കുന്നവനും അറിയുന്നവനുമാണല്ലോ, എല്ലാം കേൾക്കുന്നവനും എല്ലാം നന്നായി അറിയുന്നവനുമാണ്. എന്നിട്ട് ആവശ്യം പറയണം, റബ്ബന വജഅൽനാ മുസ്ലിമൈനി ലക, പടച്ച തമ്പുരാനെ ഞങ്ങളെ രണ്ടുപേരെ നീ മുസ്ലിമാക്കണേന്ന്, സമർപ്പണ മനസ്സുള്ളവരാക്കണേ എന്ന് പറയാം. മുസ്ലിം ആവുക എന്ന് പറഞ്ഞാൽ നമസ്കരിച്ചതുകൊണ്ടും നോമ്പ് പിടിച്ചതുകൊണ്ടും ഹജ്ജ് ചെയ്തുകൊണ്ടും സക്കാത്ത് കൊടുത്തതുകൊണ്ടും ഇസ്ലാം റേഷൻ കാർഡിലും അതുപോലെ തന്നെ പാസ്പോർട്ടിലും വോട്ടേഴ്സ് ലിസ്റ്റിലും ഒക്കെ പേര് വന്നതുകൊണ്ടൊന്നും മുസ്ലിം ആവില്ല എന്നുള്ളതാണ് ഖുർആനിൽ നമുക്ക് മനസ്സിലാവുക. സമ്പൂർണമായി സമർപ്പിക്കുന്നതുവരെ നമുക്ക് മുസ്ലിം ആവാൻ സാധ്യമാവില്ല. മനസ്സുകൊണ്ട് സമർപ്പിക്കുകയും പ്രവൃത്തി കൊണ്ട് സാക്ഷ്യം വഹിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരുവൻ മുസ്ലിം ആവുക എന്നുള്ളത്. മുസ്ലിം ആവുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള സംഗതിയാണ് എന്നാരും വിചാരിക്കേണ്ടത്. കാരണം ഒരുപാട് സംഗതികളുമായി മല്ലിട്ടിട്ട് മാത്രമേ നമുക്ക് സ്വയം മുസ്ലിം ആവാൻ കഴിയുള്ളൂ. അതുകൊണ്ട് മുസ്ലിം ആവാനുള്ള തൗഫീഖിനായി നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം എന്നതും ഇതിലൂടെ പഠിപ്പിക്കണം. റബ്ബന വജഅൽനാ മുസ്ലിമീന ലക, നമ്മൾ മുസ്ലിങ്ങളാണെന്ന് അഭിമാനപൂർവ്വം പറയുമ്പോൾ മുസ്ലിമായി ജീവിക്കാനും മുസ്ലിമായി മരിക്കാനും ഒരു തൗഫീഖിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം എന്നാണ്. മുസ്ലിമീന ലക വമിൻ ദുർരിയ്യതിനാ ഉമ്മതൻ മുസ്ലിമത്തൻ ലക. അടുത്ത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സംഗതി, ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്ന് ഒരു മുസ്ലിം ഉമ്മത്തിനെ, മുസ്ലിം സമുദായത്തെ നീ ഉണ്ടാക്കണേ എന്നുള്ളതാണ്. അപ്പോൾ ആ മുസ്ലിം സമുദായത്തെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ പുതിയ സമൂഹത്തെ വാർത്തെടുക്കാനുള്ള ഉത്തരവാദിത്വം കൂടി നമ്മൾ ഏറ്റെടുക്കുകയാണെന്നുള്ളതാണ്. നിലവിലുള്ള തലമുറയ്ക്കുള്ള വളരെ കടുത്ത ഒരു ഉത്തരവാദിത്വമാണ് അടുത്ത തലമുറയെ വാർത്തെടുക്കുക എന്നുള്ളത്. നമ്മളെ കാര്യം മാത്രം നോക്കിയാൽ പോരാ. ഇബ്രാഹിമിനെ ചൂണ്ടി അല്ല പറയാ, അതിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട്. ഇബ്രാഹിം ഇസ്മായിലും പാവനമായ പരിപാവനമായ സംശുദ്ധമായ ആ കഅബ കെട്ടിയുണ്ടാക്കുമ്പോൾ അവരുടെ ഹൃദയാന്തർഭാഗത്തു നിന്ന് ഉയർന്നു വന്ന ദുആ റബ്ബന തഖബ്ബൽ മിന്ന റബ്ബന വജഅൽനാ മുസ്ലിമൈനി ലക വമിൻ ദുർരിയ്യതിനാ ഉമ്മതൻ മുസ്ലിമതൻ ലക എന്നായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ തലമുറയെ വാർത്തെടുക്കുക എന്ന അതിബൃഹത്തായ ഒരു ദൗത്യം ഇബ്രാഹിം നബി അവിടെ ചെയ്ത് കാണിച്ചത് നിങ്ങൾക്കെന്നും മാതൃകയാണ്. പിന്നെ അരിന മനാസികന, മൻസക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനാസിക് എന്നൊക്കെ പറഞ്ഞാൽ കഴുകി വൃത്തിയാക്കുക എന്നുള്ളത്, അതായത് ശുദ്ധീകരിക്കുക എന്നുള്ളത്. ശുദ്ധീകരിക്കാൻ വേണ്ട സംഗതി എന്താണ്? ആരാധനാകർമ്മമാണ്, അനുഷ്ഠാനങ്ങളാണ്. മനാസിക്, ഹജ്ജിൽ ആ പദമാണ് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചിട്ടുള്ളത്. ഇദാ ഖളൈതും മനാസികക്കും, അതായത് മൻസക് മനാസിക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ കറകളും പാപങ്ങളും ഒക്കെ കഴുകിക്കളയുന്ന അനുഷ്ഠാന കർമ്മങ്ങളെ സംബന്ധിച്ചാണ് മനാസിക്. നിങ്ങൾ നിങ്ങളുടെ മനാസികൾ അനുഷ്ഠാന കർമ്മങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ ആ അനുഷ്ഠാന കർമ്മങ്ങൾ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിന് പ്രയോജനകരമാവണം എന്നുള്ളതാണ്. അപ്പോൾ അവിടെ എടുത്തു പറയണം അരിന്ന മനാസികന വതുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം. ഞങ്ങൾക്ക് ഒരുപാട് അപാകതകളുണ്ടാവും, പാപങ്ങളുണ്ടാവും, ദുഷ്ടചിന്തകളുണ്ടാവും, മോശമായ പെരുമാറ്റങ്ങളും പ്രവർത്തികളും ഉണ്ടാവും, അത്യാഗ്രഹങ്ങളുണ്ടാവും, അതിക്രമങ്ങളുണ്ടാവും. പടച്ച തമ്പുരാനെ അതൊക്കെ നീ ഞങ്ങളോട് പൊറുക്കുകയും ഞങ്ങളോട് കരുണയോടെ മടങ്ങുകയും, അതായത് ഞങ്ങളിൽ കരുണയുടെ കടാക്ഷം ഉണ്ടാവുകയും ചെയ്യണം. തവ്വാബുർ റഹീം എന്നാണ് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞത്. അങ്ങേയറ്റം പശ്ചാത്താപം സ്വീകരിക്കുന്നതും അതീവ കരുണാവാരിധിയുമാണ് തമ്പുരാനെ നീ എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് വതുബ് അലൈന ഇന്നക അന്ത തവ്വാബുർ റഹീം,
എന്ന് പറഞ്ഞ് ഇബ്രാഹിം നബി അവിടെ അവസാനിപ്പിക്കുന്നില്ല. റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക യുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കിഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. അവിടുന്ന് തലമുറകൾക്കപ്പുറത്ത് ഇബ്രാഹിം മുഹമ്മദ് നബി തമ്മിൽ ഒരുപാട് സഹസ്രാബ്ദങ്ങളുടെ വ്യത്യാസം നമുക്ക് ഉണ്ട് എന്ന് നമുക്കറിയാം. തലമുറകൾക്കിപ്പുറത്ത് ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ ഒരു ഉന്നതനായ പ്രവാചകനെ ഇവരിൽ നിന്ന് തന്നെ അയക്കണേ എന്നാണ്. യുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കിഹിം, അവർക്ക് വേദം പാരായണം ചെയ്തു കൊടുക്കാനും അതുപോലെ തന്നെ അവർക്ക് ജ്ഞാനം നൽകാനും. ഒന്ന് വേദപാരായണം, ആദർശങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ള ജ്ഞാനം എന്ന് പറഞ്ഞ ഹിക്മത്ത്, അതായത് യുക്തിജ്ഞാനം. വേദം പഠിച്ചതുകൊണ്ട് മാത്രം സംഗതി പൂർണ്ണമായി നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയില്ല. അതിന്റെ ഉപോത്ബലകമായ ജ്ഞാനവും വേണം. ഒരു പ്രവാചകൻ ജീവിതത്തിൽ പകർത്തി കാണിക്കുന്ന ജ്ഞാനമാണ് യഥാർത്ഥത്തിൽ യുക്തിജ്ഞാനം. വേദത്തോടൊപ്പം ഒന്ന് ആദർശമാണെങ്കിൽ മറ്റത് യുക്തിബോധമാണ് എന്നുള്ളത്. അതായത് പ്രായോഗികമായി ബോധവൽക്കരണം. ഒന്ന് ആദർശ പ്രചരണം, മറ്റത് ബോധവൽക്കരണം. യുസക്കിഹിം എന്ന് പറഞ്ഞാൽ അത് പരിവർത്തനമാണ്, വിപ്ലവമാണ്. അതായത് പറഞ്ഞു കൊടുത്ത സംഗതികൾ ബോധവൽക്കരിച്ചിട്ട് ആ ബോധം മനുഷ്യ ജീവിതത്തിൽ മാറ്റുണ്ടാക്കിയിട്ട് വിപ്ലവകരമായ പരിവർത്തനം ഉണ്ടാകുന്നതാണ് വയുസക്കീഹിം, അവരെ നീ സംസ്കരിക്കണേ എന്ന് പറയുന്നത്. അത് ഇതെല്ലാം ചെയ്യാൻ പര്യാപ്തനായ ഒരു പ്രവാചകനെ നീ അവരിൽ നിന്ന് അയക്കണേ. നിനക്ക് എല്ലാ സംഗതികളും ചെയ്യാനുള്ള പ്രതാപവാനും അതുപോലെ അതീവ യുക്തിജ്ഞനുമാണ് എന്ന് നമുക്കറിയാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയാനാണ് ഇബ്രാഹിം നബിയോട് പറഞ്ഞത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഴി നമ്മളെ പഠിപ്പിക്കുന്നുള്ളതാണ്. ഏത് രീതിയിലാണ് ആ സംഗതികൾ നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇബ്രാഹിമുമായി റസൂലുമായി നമ്മുടെ മനസ്സിനെ കൂട്ടിക്കെട്ടുന്നു, ഇബ്രാഹിമുമായി കൂട്ടിക്കെട്ടുന്നു, അതുപോലെ ഇസ്മായിലുമായി കൂട്ടിക്കെട്ടുന്നു, ഹാജറയുമായി ബന്ധിപ്പിക്കുന്നു, ആദം നബിയുമായി ബന്ധിപ്പിക്കുന്നു. അങ്ങനെ മുഴുവനും നമ്മുടെ പ്രപിതാക്കന്മാരായ മഹാന്മാരായ പ്രപിതാക്കന്മാരുമായി മനുഷ്യ മനസ്സിനെ കൂട്ടിക്കടുപ്പിച്ചുകൊണ്ട് അതിബൃഹത്തായ ഒരു സംഭവമാണ് യഥാർത്ഥത്തിൽ ഹജ്ജ്. നമ്മുടെ സഹോദരങ്ങൾ ഹജ്ജിന് പോകുമ്പോൾ നമ്മൾ ഈ നാട്ടിലൊക്കെയാണ് നടക്കുന്നതെങ്കിലും നമ്മുടെ മനസ്സും അവരോടൊപ്പം ആകാശ ലോകങ്ങളിലേക്ക് പറന്ന് പഴയ ചരിത്രത്തിന്റെ ആ താളുകളിലേക്ക് പോയി അള്ളാഹുമായിട്ടുള്ള ബന്ധം ദൃഢീകരിക്കുന്നതിന് വേണ്ടിയാണ് പ്രയോജനപ്പെടുത്തേണ്ടത്. അതിന് തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. Alhamdulillah hamdan kathiran tayyiban mubarakan yanbaghi li jalali wajhihi wa 'azimi sultanihi. Subhanaka la nuhsina kama asnayta alhamdu hatta tarda. Allahumma salli ala Muhammadin wa ala ali Muhammad kama sallaita ala Ibrahim wa ala ali Ibrahim fil alamin innaka Hamidum Majid. Ayyuhal ikhwatul ahbab, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുക. പവിത്രമായ ദിനരാത്രങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം മഹത്തായ പ്രതീക്ഷ നൽകുന്നതാണ്. ഏറ്റവും ഉത്തമമായി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക. മഹാനായ ഇബ്രാഹിം ജീവിതം മുഴുവൻ ഈ സമർപ്പണത്തിന് വേണ്ടിയാണ് പ്രയോജനപ്പെടുത്തിയത്. ഒരുപാട് ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കറിയാവുന്നതാണ്. സ്വന്തം പിതാവിനോട് വിഗ്രഹപൂജ എതിർത്തതിന്റെ പേരിൽ വീട്ടിൽ നിന്ന് പുറത്താവും. മാതൃ സ്നേഹം ബലി കൊടുക്കുന്നത് സത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ ബലി അവിടെ സംഭവിക്കുക. പിന്നെ നാട്ടുകാരോട് തർക്കിച്ചിട്ട് അവരുടെ രോഷം വിളിച്ചു വരുത്തി സുഹൃത്തുക്കളുമായിട്ടുള്ള ആ ബന്ധം ബലി കഴിപ്പിക്കേണ്ടി വരും. പിന്നെ കുറച്ചുകൂടി വിപുലമായ ഗ്രാമത്തിലെ ആളുകളെ അവരുടെ യുക്തിചിന്തയെ തട്ടി ഉണർത്തിക്കൊണ്ട് ബോധവൽക്കരിക്കാൻ ശ്രമിച്ചത് കുറെ ചെറിയ വിഗ്രഹങ്ങളെ തട്ടിയുടച്ച് വലിയ വിഗ്രഹത്തിന്റെ മുന്നിലിട്ടുകൊണ്ടാണ്. ആളുകൾ അന്വേഷിച്ചപ്പോ ഇബ്രാഹിം പറഞ്ഞത് ആ വലിയ വിഗ്രഹത്തോട് ചോദിച്ചു നോക്കൂ, ആരാ തട്ടിയുടച്ച്? ഇത് സംസാരിക്കൂല എന്ന് നിനക്കറിയില്ലേ? അപ്പോൾ അദ്ദേഹത്തിന് ചാൻസ് കിട്ടി. സംസാരിക്കാത്ത ഒന്നിനോടാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? അനന്തരഫലം അദ്ദേഹത്തെ പിടിച്ച് തീക്കൊണ്ടത്തിലിടുകയായിരുന്നു. അവിടെ നിന്ന് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്തോടെ രക്ഷപ്പെടുന്ന ഇബ്രാഹിം നാട് വിട്ട് ദേശത്യാഗം, നാട് വിട്ടു പോവുകയാണ്. ഒരു നാട്ടിൽ നിന്ന്
പരിഷ്കൃതനാകുന്ന മനുഷ്യ മനസ്സിനെ ആർക്കും ഒപ്പിയെടുക്കാൻ പറ്റില്ല. നമ്മളൊരു നാട്ടിൽ നിന്ന് ആളുകളാൽ ബഹിഷ്കൃതമായി പുറത്തു പോകുമ്പോൾ ഉണ്ടാകുന്ന വികാരം ഉണ്ടാകുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ. ഈ ജനിച്ച നാടും വളർന്ന ഭൂമിയും മനുഷ്യന് വല്ലാണ്ട് പ്രിയപ്പെട്ടതാണ്. അവിടെയുള്ള പുഴയും അവിടെയുള്ള മരങ്ങളും അവിടെയുള്ള വീടും അവിടെയുള്ള ഇടവഴികളും അവിടെയുള്ള കടകളുമൊക്കെ നമ്മുടെ മനസ്സിനോട് ഭയങ്കരമായ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാകും. അവിടെ നമ്മളെ പുറത്താക്കിയാൽ ഭൂമി വാങ്ങി വേറെ സ്ഥലത്ത് താമസിക്കുന്നത് സ്വന്തം ഇഷ്ടപ്രകാരം, പക്ഷെ പുറത്താക്കപ്പെട്ടാൽ ഭയങ്കരമായ നിരാശ. അത് നാടുകടത്തിലൊരു ശിക്ഷയായി തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെയാണ്. അതുകൊണ്ടാണ് നാടുകടത്തമുണ്ടാകുന്ന മനുഷ്യ മനസ്സിന്റെ വേദന വളരെ വലുതാണ്. ഇബ്രാഹിം നബിക്ക് ആ നാട് നഷ്ടപ്പെടുന്നു സത്യവിശ്വാസത്തിന്റെ പേരിൽ. ദേശത്യാഗം ഒരു ബലിയായി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വരുന്നുള്ളൂ. പിന്നെ അദ്ദേഹം ഹാജറയും മകനെയും കൊണ്ട് മക്കയിലാക്കുന്നു. അള്ളാഹു തീരുമാനപ്രകാരം അതും മറ്റൊരു ബലിയാണ്. അതിബൃഹത്തായ പുത്രബലിയെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച സംസാരിക്കും. അങ്ങനെ നീണ്ടുപോകുന്ന ഇത്രയും ത്യാഗപൂർണമായ ഒരു ജീവിതം നയിച്ച് മാതൃക കാണിച്ച ഇബ്രാഹിമിന്റെ ആ വഴിയെ പോകാതെ അതിൽ വിമുഖത കാണിക്കുന്ന, അതിനെ നിരസിക്കുന്നവന് സ്വയം വിഡ്ഢിയാക്കപ്പെട്ടവനാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വല്ലാത്ത പ്രയോഗം. ഇബ്രാഹിമിന്റെ ഈ മാർഗം പിന്തുടരാതെ വിമുഖത കാണിച്ചു പോകുന്നവൻ സ്വയം ഇല്ലാമൻ സഫിഹ നഫ്സഹു, അവൻ സ്വയം തന്നെ വിഡ്ഢിയാക്കപ്പെട്ടവൻ. അവൻ വിഡ്ഢിയായതല്ല, അവനെ വിഡ്ഢിയാക്കുന്നതാണ്. ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം എന്നുള്ള പറയും. അവനെ നാം ദുന്യാവിൽ വിശിഷ്ടനായി തിരഞ്ഞെടുത്തു. വേറൊരു സ്ഥലത്ത് പിൽക്കാലക്കാരിൽ അവന്റെ സ്മരണ നാം നിലനിർത്തി. ഒരു സത്യമാണ്. ഇന്നിവിടെ MSSന്റെ പള്ളിയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഇബ്രാഹിം നബിയുടെ അവതാരങ്ങളെ വാഴ്ത്തിയിട്ട് സംസാരിക്കുന്നത്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കടന്നുപോയത്. അല്ലാഹു പറഞ്ഞു, പിൽമുറക്കാരിൽ അവന്റെ സൽകീർത്തി നാം നിലനിർത്തി എന്ന് പറഞ്ഞത് 100% സത്യവൽക്കരിക്കുന്നതാണ്. ഇന്ന് നമ്മൾ ഇബ്രാഹിം നബിയെ കുറിച്ച് പറയുമ്പോൾ ഉണ്ടാകുന്ന ഓരോ വാക്കും. ഇബ്രാഹിമിനോട് അല്ലാഹു പറഞ്ഞ ഒരു കാര്യം അദ്ദേഹത്തിന്റെ രക്ഷിതാവ് അദ്ദേഹത്തോട് പറഞ്ഞത് അസ്ലിം, സമർപ്പിക്കുക, മുസ്ലിം ആവുക. അദ്ദേഹം പറഞ്ഞു, ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ലോക രക്ഷിതാവിന് ഞാനിതാ സമർപ്പിച്ചിരിക്കുന്നു. അത് തന്നെയാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത് അത് തന്നെയാണ്, മറ്റെല്ലാ പ്രവാചകനോട് പറഞ്ഞത് അത് തന്നെയാണ്, പ്രവാചകന്മാരോട് പറഞ്ഞു. കാരണം ഇത് പ്രപഞ്ചത്തിന്റെ ഒരു പ്രകൃതി അതാണ്. അള്ളാഹു സൃഷ്ടിച്ചതെല്ലാം അള്ളാഹുവിന് സമർപ്പിക്കുന്നു. അള്ളാഹുവിന്റെ ദീനല്ലാത്ത എന്തെങ്കിലും ഒരു ദീനാണോ, അള്ളാഹുവിന് സമർപ്പിക്കാത്ത ഏതെങ്കിലും ഒരു മതമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ആകാശഭൂമികളിലുള്ളതെല്ലാം അള്ളാഹുവിന് സമർപ്പിച്ചിരിക്കുന്നത് കാണുന്നില്ലേ? ഇബ്രാഹിമിന്റെ കാര്യം പറയുമ്പോൾ ഇസ്ലാം എന്ന വാക്ക് കൂടുതൽ കൂടുതൽ ഉപയോഗിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിന് സമർപ്പിക്കാത്ത ഒരു ജീവിതം മതമായി, ആദർശമായി, ജീവിതചര്യയായി ആരെങ്കിലും സ്വീകരിച്ചാൽ അവൻ പരലോകത്ത് നഷ്ടപ്പെട്ടവനായി പോകും. അപ്പോ മുസ്ലിം ആവുക എന്നതാണ് അസ്ലിം. മുസ്ലിം ആവുക, രക്ഷപ്പെടുക. മുസ്ലിം ആവുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഹജ്ജിന് പോണതും മുസ്ലിം ആവാനുള്ള പ്രാക്ടീസിന് വേണ്ടിയാണ്. നമസ്കരിക്കുന്നത് മുസ്ലിം ആവാനുള്ള പ്രാക്ടീസിന് വേണ്ടിയാണ്. നോമ്പ് പിടിക്കുന്നത് മുസ്ലിം ആവാനുള്ള പ്രാക്ടീസിന് വേണ്ടിയാണ്. സകാത്ത് കൊടുക്കുന്നത് മുസ്ലിം ആവാനുള്ള പ്രാക്ടീസിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ മറ്റ് എല്ലാ ആരാധനകളും ചെയ്യുന്നതും ഇസ്തിഗ്ഫാർ ചെയ്യുന്നതും മുസ്ലിം ആവാനുള്ള ഒരു പരിശീലന പരിപാടിയാണ്. ആ പരിശീലനം കൊണ്ട് മാത്രം മുസ്ലിം ആവില്ല. പരിശീലനം പ്രായോഗികതയിൽ മാറ്റമുണ്ടാക്കുമ്പോഴാണ്, പഠിച്ചത് ജീവിതത്തിൽ പകർത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ വിപ്ലവം ഉണ്ടാവുക, പരിവർത്തനം ഉണ്ടാവുക. അങ്ങനെ മഹാപ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞത്, എന്നോട് പറഞ്ഞിട്ടുള്ളത്, ഉമിർതു അൻ ഉസ്ലിമ ലിറബ്ബിൽ ആലമീൻ, എന്നോട് കൽപ്പിച്ചിട്ടുള്ളത് ലോകരക്ഷിതാവിനെ സമർപ്പിക്കാനാണ്. ഞാനിതാ സമർപ്പിച്ചിരിക്കുന്നു, നിങ്ങളോ സഹോദരങ്ങളെ എന്നുള്ള ഒരു ചോദ്യമാണ്. ലോകരക്ഷിതാവിനെ സമർപ്പിക്കുന്ന ആ ഒരു രംഗം ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ ബലിപെരുന്നാളും നമ്മളെ തേടി വരുന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സമർപ്പിക്കാൻ തയ്യാറായാൽ നമുക്ക് ജീവിതത്തിന്റെ വിജയം കണ്ടെത്താനാവും. സമർപ്പിക്കാൻ തയ്യാറല്ലാതെ പോയി കഴിഞ്ഞാൽ പലപ്പോഴും നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടി ആ സമർപ്പണത്തിന്റെ പാതയിലൂടെ നടന്ന് വിജയിക്കാൻ
നമ്മൾ ശ്രമിക്കുക. അതിന് കാരുണ്യവാനായ തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദുൽ മജീദ്. അല്ലാഹുമ്മ അർളന അബൂബക്കർ വഉമർ വഉസ്മാൻ വഅലിയ ബഖിയത്തി അസ്ഹാബി റസൂലില്ലാഹി അജ്മഈൻ. കാരുണ്യവാനായ തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാ വൻപാപങ്ങളും ചെറുപാപങ്ങളും കുറ്റങ്ങളും നീ പുറത്തു മാപ്പാക്കിത്തരണേ തമ്പുരാനെ. മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും ഭാര്യ സന്താനങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നാട്ടാർക്കും ഉസ്താദന്മാർക്കും ബന്ധുമിത്രാദികൾക്കും മുഴുവൻ സത്യവിശ്വാസികൾക്കും മുൻകാല സത്യവിശ്വാസികൾക്കും നീ പുറത്തു മാപ്പാക്കിത്തരണേ തമ്പുരാനെ. നാഥ, ഞങ്ങളിൽ നിന്ന് മുന്നേ നിന്നിൽ വന്നിട്ടുള്ള ആളുകളുടെ ഖബറിടങ്ങളെ പ്രകാശപൂരിതങ്ങളായ ഖബറിടങ്ങളാക്കി നീ മാറ്റണേ തമ്പുരാനെ. റഹ്മാനായ തമ്പുരാനെ, ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ ആളുകളുടെയും വേണ്ടപ്പെട്ടയും അല്ലാത്തതുമായ ആളുകളുടെ രോഗങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നീ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, അവർക്ക് എത്രയും പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അവരുടെ വേണ്ടപ്പെട്ടവർക്ക് ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അവരുടെ കുറവുകളെല്ലാം നീ നിവർത്തി കൊടുക്കണേ, നീ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. അതെല്ലാം നീ പരിഹരിച്ചു കൊടുക്കണേ തമ്പുരാനെ. നാഥ, ഹജ്ജിന് വേണ്ടി പോയിട്ടുള്ള എല്ലാ സഹോദരങ്ങൾക്കും സ്വീകാര്യോഗ്യമായ ഉത്തമമായ ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് നീ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അവരുടെ ഹജ്ജുകൾ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹ്, അവർ നമുക്ക് വേണ്ടപ്പെട്ട ആളുകളിൽ അവരുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും കൂടി നീ ഉൾപ്പെടുത്തിക്കണേ തമ്പുരാനെ. ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ അവർക്ക് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള തൗഫീഖ് നീ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. മൊത്തത്തിൽ ലോകത്ത് സമാധാനപരമായ ഒരു ഹജ്ജിന് ഈ സരണത്തിൽ നീ സൗകര്യം ഒരുക്കി കൊടുക്കണേ തമ്പുരാനെ. നാഥ, ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളെല്ലാം നീ മാറ്റിത്തരണേ തമ്പുരാനെ. ഞങ്ങളുടെ സാമ്പത്തികമായ പ്രയാസങ്ങളെ നീ മാറ്റണേ തമ്പുരാനെ. കടങ്ങളെല്ലാം നീ വീട്ടിത്തരണേ തമ്പുരാനെ. വിഷമങ്ങൾ ഒരുപാടുണ്ട്, രോഗങ്ങൾ, അതുപോലെയുള്ള പ്രയാസങ്ങൾ പലതും എടുത്തു പറയാൻ പറ്റാത്ത അത്രയും വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാം നീ അറിയുന്നു നാഥ. ആവശ്യങ്ങളെല്ലാം ഏറ്റവും ഉത്തമമായി അറിയുന്നവൻ നീയാണ്. നിന്നോട് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് ആവശ്യമില്ല. അതുകൊണ്ട് എല്ലാ ആവശ്യവും ശാന്തമായി ഉത്തമമായ നിലയിൽ പൂർത്തീകരിച്ചു തരണേ തമ്പുരാനെ. പ്രാർത്ഥനാ നിരതമായ ഒരു മനസ്സ് തരണേ തമ്പുരാനെ. പൈശാചിക ദൗർബോധനം നിങ്ങളെ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. ഇബ്രാഹിമി പാത ഉയർത്തിപ്പിടിക്കാനും ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള തൗഫീഖ് നീ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ലോക സമാധാനത്തിന് ഇബ്രാഹിമി പാത ഉയർത്തിപ്പിടിച്ച് കാണിക്കാൻ നിലവിലുള്ള സത്യവിശ്വാസികൾക്ക് അവസരവും തൗഫീഖും തൻ്റെ ഇടവും ശക്തിയും കഴിവും ആർജവും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളിലുള്ള അനൈക്യത്തെ നീ മാറ്റി ഐക്യത്തിൻ്റെ പാതയിലേക്ക് നടത്തിത്തരണേ തമ്പുരാനെ. നാഥ, ഞങ്ങളുടെ ഈ പ്രാർത്ഥന ഈ പരിപാവനമായ ദിനങ്ങളിൽ നീ സ്വീകരിക്കണേ തമ്പുരാനെ. നാഥ, അതിനുത്തരം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ശാന്തമായി ജീവിച്ച് ശാന്തമായി മരിച്ച് നിന്നിലേക്ക് വരാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. സക്രാത്തുൽ മൗത്തിന്റെ വേദന ഞങ്ങൾക്ക് ആശ്വാസപ്രദമാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളുടെ ഖബറിടങ്ങളെ പ്രകാശപൂരിതങ്ങളാക്കി മാറ്റണേ തമ്പുരാനെ. നരകശിക്ഷയിൽ ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. സ്വർഗം നൽകി അനുഗ്രഹിക്കണേ നാഥ. പടച്ച തമ്പുരാനെ, ഇത് നീ തട്ടിക്കളയാതെ സ്വീകരിക്കണേ തമ്പുരാനെ. നാഥ, ഇത് തട്ടിക്കളയാതെ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. اللهم انصر اعمال المجاهدين في كل اماكن الارض يا ارحم الراحمين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. واخر دعوانا الحمد لله رب العالمين.